ഹായ് ഓൾ. ഇന്ന് മൊഡ്യൂൾ 3-ലെ വാലസ് സ്റ്റീവൻസിൻ്റെ സാഡ് സ്ട്രെയിൻസ് ഓഫ് എ ഗേ വാൾസ് എന്നുള്ള പോയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അലോങ് വിത്ത് നീച്ചയുടെ ഡെത്ത് ഓഫ് ഗോഡ് അല്ലെങ്കിൽ നിഹിലിസം എന്നുള്ള കോൺസെപ്റ്റും കൂടി നമ്മൾ ഇതിനോടൊപ്പം തന്നെ നോക്കുന്നു. ആൻഡ് ഹൗ ദിസ് തിയറി എന്ന് പറയുന്നത് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദിസ് പോയം. ആ രണ്ട് പോയിന്റ്സാണ് നമ്മളിന്ന് മെയിൻലി നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിന്ന് നീച്ചയുടെ ആ ഒരു ബയോഗ്രഫിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പോയറ്റിൻ്റെ അടുത്തോട്ട് നമുക്ക് മൂവ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫെഡറിക് നീച്ച എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിലോസഫറാണ്, ഒരു കൾച്ചറൽ ക്രിട്ടിക്കാണ്. ആൻഡ് അദ്ദേഹം കൺവെൻഷണൽ ഫിലോസഫേഴ്സിനെ പോലെ അല്ല. അതായത് ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് തന്നിട്ട് കൺക്ലൂഷൻസിലോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം ബോൾഡായിട്ട് കുറേ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ കുറേ അസേർഷൻസ് പറയും. എന്നിട്ട് റീഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരുടെ ഇൻ്റർപ്രിട്ടേഷൻസ് എന്താണെന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് ഈ ഒരു ആർഗ്യുമെൻറ്റ്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നീച്ചെ സ്കൂളിന് ശേഷം റിലീജിയൻ റിജക്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്. ആൻഡ് ഓൾസോ ഹി അറ്റാക്ട് ദി കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് റിലീജിയൻ, എസ്പെഷ്യലി ക്രിസ്ത്യാനിറ്റിക്ക് നേരെയാണ് ഇദ്ദേഹം അറ്റാക്ക് നടത്തിയത്. അതായത് റിലീജിയൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇദ്ദേഹം പറഞ്ഞ റിലീജിയൻ എന്ന് പറയുന്നത് ഇൻ ജനറൽ ഒരു കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ആണ് ഹ്യൂമൻ ബീയിങ്സിന്റെ പുറത്ത്. അത് അവരെ സ്ലേവ്സ് ആക്കി മാറ്റുന്നു. അതായത് സ്ലേവ് മൊറാലിറ്റി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് സൃഷ്ടിക്കുന്നത് റിലീജിയൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു റിലിജന്റെ ഒരു കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് മനുഷ്യരെ സ്ട്രോങ് ആൻഡ് പവർഫുൾ ആക്കുന്നതിൽ നിന്ന് മാറ്റുകയാണ്. അതായത് അവർക്കുള്ളൊരു വിൽ ടു പവർ അല്ലെങ്കിൽ ഡോമിനേഷൻ എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിനെ റിജക്റ്റ് ചെയ്ത് കളയുവാണ് റിലിജൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിലിജന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഹ്യൂമൻ ബീയിങ്സിൽ അവരുടെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ഇൻസ്റ്റിങ്സിനെ എല്ലാം റിമൂവ് ചെയ്ത് കളയുവാണ് റിലിജൻ അല്ലെങ്കിൽ അതിന്റെ കറപ്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ വർക്കായിട്ടുള്ള ദസ് സ്പേക്ക് സരതുഷ്ട്ര, ആ ഒരു വർക്കിനകത്ത് ഇദ്ദേഹം പറയുന്നത് ഗോഡ് ഇസ് ഡെഡ് എന്ന് ഇദ്ദേഹം തന്നെ ഡിക്ലെയർ ചെയ്യുവാണ്. ഗോഡ് ഇസ് ഡെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ വാല്യൂസിനൊന്നും ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള, അതായത് റിലിജന്റെ വാല്യൂസ് ആണെങ്കിലും സൊസൈറ്റൽ വാല്യൂസ് ആണെന്നുണ്ടെങ്കിലും ട്രഡീഷണൽ വാല്യൂസ് ആണെന്നുണ്ടെങ്കിലും പണ്ടത്തെ ഒരു വാല്യൂസിനും ഇപ്പോൾ യാതൊരു വിധത്തിലുള്ളൊരു ഇമ്പോർട്ടൻസും ഇല്ല. സോ മോഡേൺ മാൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സയൻസിന്റെയും ആ ഒരു സെക്യുലർ റീസണിങ്ങിന്റെ, അതായത് സയൻസും റീസണിങ്ങും തമ്മിലുള്ള ആ ഒരു ക്രോസ് റോഡ്സിൽ നിൽക്കുകയാണ്. സോ റിലിജൻ ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹം പറയുവാണ് നൗ ഗോഡ് ഇസ് ഡെഡ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം ഗോഡ് ഇസ് ഡെഡ്, അതുകൊണ്ട് തന്നെ പുതിയൊരു കൈൻഡ് ഓഫ് ഒരു തിയറി അല്ലെങ്കിൽ പുതിയൊരു കൈൻഡ് ഓഫ് മൊറാലിറ്റി നമുക്ക് വേണം യൂറോപ്പിന് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ യൂറോപ്പ് എന്ന് പറയുന്നത് നിഹിലിസം എന്നുള്ള ഐഡിയയിലോട്ട് സിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് SINK മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ് നിഹിലിസം. അതായത് പഴയ വാല്യൂസിനൊന്നും നമ്മളൊരു യാതൊരു വിധത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. മനുഷ്യൻ അതുപോലെ തന്നെ സയൻസിലും ടെക്നോളജിയിലുമുള്ള ആ ഒരു ഇത് കാരണം സയൻസിലും റീസണും ആ രണ്ട് ക്രോസ് റോഡ്സിൽ ഹ്യൂമൻസ് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിലിജൻ ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗോഡ് ഇസ് ഡെഡ് എന്ന് നീച്ചെ അങ്ങ് ഡിക്ലെയർ ചെയ്തു. ഓക്കെ. ആൻഡ് ദെൻ പറയുവാണ് ഗോഡ് ഇസ് ഡെഡ്, അതായത് വേറെ വാല്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പുതിയ കൈൻഡ് ഓഫ് മൊറാലിറ്റി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പ് അല്ലെങ്കിൽ എന്തായി മാറും, നിഹിലിസം എന്നുള്ള കോൺസെപ്റ്റിലോട്ട് സിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം ഗോഡ് ഇല്ലെങ്കിൽ, ഒരു റൂളിംഗ് ഗോഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ്സും നമ്മുടേതായിട്ടുള്ള വാല്യൂസിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് മാത്രം ഫോളോ ചെയ്ത് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കും. അതായത് ഹ്യൂമൻ ലൈഫിന്റെ എത്തിക്സിനെ മാത്രം ബേസ് ചെയ്ത് നമ്മൾ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകും. അല്ലാതെ യാതൊരു വിധത്തിലുള്ള ഡിവൈൻ ഇന്റർവെൻഷനും നമ്മൾ കാണത്തില്ല. സോ നമ്മൾ നമ്മുടേതായിട്ടുള്ള നാച്ചുറൽ പവറിലോട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ആ ഒരു വില്ലിലോട്ട്, നാച്ചുറൽ ഹ്യൂമൻ ഇൻസ്റ്റിങ്സിലോട്ട് നമ്മൾ തിരിച്ചു പോകുമെന്നാണ് നീച്ചെ പറയുന്നത്. അത് തന്നെയാണ് വേണ്ടതെന്നാണ് നീച്ചയുടെ അഭിപ്രായവും. ദെൻ ദസ് സ്പേക്ക് സരതുഷ്ട്ര എന്നുള്ള ബുക്കിനകത്താണ് അദ്ദേഹം ഒരു സൂപ്പർമാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. സൂപ്പർമാൻ എന്ന് പറയുമ്പം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് സൂപ്പർമാൻ എന്ന് പറയുന്നത്. ഒരു ക്രിയേറ്റീവ് ഇൻഡിവിജ്വൽ ആണ്. അദ്ദേഹം വേറെ ഒരു ലോസും ഫോളോ ചെയ്യുകയില്ല, വേറെ ആരെയും ഫോളോ ചെയ്യത്തില്ല. അതായത് ഈവൻ ദ ലോസ് ഓഫ് ഗോഡ് പോലും ഇദ്ദേഹം ഫോളോ ചെയ്യത്തില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ക്രിയേറ്റ് ചെയ്ത് തോന്നിയ പോലെ ജീവിക്കുന്ന ഒരു വ്യക്തി. അതാണ് സൂപ്പർ മാൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്. ആ ഒരു സൂപ്പർമാനിന് അയാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ്. അയാളൊരു അതായത് റൂൾസും റെഗുലേഷൻസും ഒന്നും ഫോളോ ചെയ്യാത്തൊരു ഫ്രീ മാൻ ആണ്. അദ്ദേഹത്തിന്റെ പാഷൻസ് എന്താണ്, അദ്ദേഹത്തിന്റെ എനർജി എന്താണ്, ഇതിനെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിലോട്ട് ഇദ്ദേഹം തന്നെ ചാനലൈസ് ചെയ്ത് അത് സ്വന്തമായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അതാണ് നീച്ചയുടെ കൺസെപ്റ്റ് ഓഫ് സൂപ്പർമാൻ എന്ന് പറയുന്നത്. ആ സൂപ്പർമാൻ എന്നുള്ള കോൺസെപ്റ്റിന് ശരിക്കും പറഞ്ഞാൽ വിൽ ടു പവർ എന്നുള്ളൊരു ഒരു സംഭവം ഉണ്ട്. അദ്ദേഹം ആ ഒരു വില്ലിനനുസരിച്ച് മാത്രമേ ജീവിക്കത്തുള്ളൂ. അത് ബാക്കിയുള്ളവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നീച്ചയുടെ സൂപ്പർമാൻ ജീവിക്കില്ല എന്നാണ് പറയുന്നത്.
അപ്പം ഇതിനെയാണ് ഇപ്പം ഇങ്ങനൊരാൾ, അതായത് ഈ നീച്ചയുടെ കണക്കുള്ള ഈ ഒരു സൂപ്പർമാൻ, ആ ഒരു വ്യക്തി നമുക്ക് വേണം എന്നാണ് നീച്ചയുടെ ഒരു അഭിപ്രായം. അതായത് ഇങ്ങനെ ഗോഡ് ഇല്ലാത്തത് കൊണ്ട്, ഗോഡിൻ്റെ ആബ്സെൻസിൽ എല്ലാ ആളുകളും, അതായത് റിലിജൻ വന്നപ്പോൾ എല്ലാ ആളുകളും കറപ്റ്റഡ് ആയിപ്പോയി, സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാതായിപ്പോയി. അപ്പോഴാണ് സയൻസും റീസണും വന്നത്. ആ സമയമായപ്പോൾ ഹ്യൂമൻ ബീങ്സിന് എങ്ങോട്ട് പോകണം എന്നറിയാൻ വയ്യ, സയൻസ് ചൂസ് ചെയ്യണോ റീസൺ വേണോ എന്നൊക്കെയുള്ളൊരു ക്രോസ് റോഡ്സിലായി. ആ ടൈം കൊണ്ട് റിലിജൻ എന്ത് ചെയ്തു, ഡിക്ലൈൻ ആയി. അപ്പോൾ ഹോൾ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത് നിഹിലിസം എന്നുള്ളൊരു ഐഡിയയിലോട്ട് സിങ്കായി. വാട്ട് ഇസ് നിഹിലിസം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പം നിഹിലിസം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂസിനൊന്നും യാതൊരു വിധത്തിലുള്ള ഇമ്പോർട്ടൻസ് ഇല്ല. അതാണ് നിഹിലിസം എന്ന് പറയുന്നത്. അതായത് പണ്ട് ഫോളോ ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് വന്നിരുന്ന ഒരു കാര്യവും നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതെല്ലാം റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിഹിലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ്. പണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിൽ ഒരു സൂപ്പർമാൻ എന്നുള്ളൊരു ഫിഗർ നമുക്ക് വേണം. സൂപ്പർമാൻ ഇൻ ദ സെൻസ് നമ്മൾ ഈ TV-യിൽ കാണുന്ന ആക്ഷൻ ഹീറോ അതല്ല വേണ്ടുന്നത്. നീച്ചയുടെ സൂപ്പർമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ വില്ലിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സൊസൈറ്റിക്ക് ആവശ്യം. എന്നാൽ മാത്രമേ ഹ്യൂമൻ ബീങ്സിന് നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ്സ് ഫോളോ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരുമാതിരി സ്ലേവ്സിനെ പോലെ ദൈവം കൊണ്ടുവന്ന റൂൾസ് മാത്രം വിശ്വസിച്ച് ചർച്ച് പറയുന്ന കാര്യമോ, അല്ലെങ്കിൽ ടെമ്പിൾസ് പറയുന്ന കാര്യമോ, അല്ലെങ്കിൽ അങ്ങനെ മാത്രം ഇങ്ങനെ വിശ്വസിച്ച് പോകുന്ന ആളുകളെ നമുക്ക് സൊസൈറ്റിയിൽ വേണ്ട എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് തന്നെത്താനെ തീരുമാനം എടുക്കാനുള്ള കഴിവോ ആ ഒരു വിൽ പവറോ ഒന്നും ഇല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, ദെൻ ഇദ്ദേഹം അടുത്ത റിജക്റ്റ് ചെയ്യുന്ന കാര്യം ഡെമോക്രസിയാണ്. ഇപ്പോൾ ഡെമോക്രസി ഇദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹാപ്പിനെസ് അല്ലെങ്കിൽ ലൈഫിൽ ഉണ്ടാകുന്ന ഗുഡ്നെസ്, ഇതെല്ലാം വെറുതെ അൺവേർതി ആയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒന്നും ആവശ്യമില്ലാത്ത ഈ കുറച്ച് തിയറീസാണ്. അതായത് ഹാപ്പി ആയിട്ട് ജീവിക്കുക, നല്ലത് മാത്രം ചെയ്യുക, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവേർതി ആയിട്ടുള്ള ഗോൾസ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത ലൈഫിലുള്ള ബാക്കിയുള്ള ക്വാളിറ്റീസ് ഉണ്ടല്ലോ, അതായത് പവർ, വെൽത്ത്, സ്ട്രെങ്ത്, ഹെൽത്ത്, ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പവർ അവർ അസേർട്ട് ചെയ്യണം, അവരെല്ലാ റൂൾസിൽ നിന്നും ബ്രേക്ക് ഫ്രീ ആവണം, അവർ ക്രിസ്ത്യൻ മൊറാലിറ്റി അല്ലെങ്കിൽ റിലിജൻ പറയുന്ന എല്ലാ കാര്യങ്ങളിലും അവർ റിജക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇത്രയാണ് നീച്ചയുടെ തിയറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എല്ലാ രീതിയിലുള്ള സോഷ്യൽ, പൊളിറ്റിക്കൽ, മോറൽ ആൻഡ് റിലീജിയസ് വാല്യൂസിന് യാതൊരു വിധത്തിലുള്ള റിയൽ സബ്സ്റ്റൻസും ഇല്ല, അതൊന്നും വേണ്ട, അതെല്ലാം റിജക്റ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന്റെ നിഹിലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, അതായത് കൺവെൻഷണൽ ആയിട്ടുള്ള വാല്യൂസ്, മൊറാലിറ്റിക്കൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഹ്യൂമൻ ബീങ്സിനുള്ളത്. ഹ്യൂമൻ ബീങ്സിന് ഫ്രീ വില്ലിനെ ഇതെല്ലാം തകർക്കുന്നു എന്നാണ് പറയുന്നത്. ഓൾഡ് വാല്യൂസും ഓൾഡ് മൊറാലിറ്റി എന്ന് പറയുന്നത് ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകളെല്ലാവരും, അതായത് യൂറോപ്പ് കംപ്ലീറ്റ് ആയിട്ട് നിഹിലിസ്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിഹിലിസ്റ്റുകൾ എന്ന് വെച്ചാൽ ഒന്നിലും വിശ്വസിക്കാത്ത ആളുകൾ എന്നുള്ള രീതിയിൽ. സോ അൾട്ടിമേറ്റ്ലി എന്താണ്, ഒരു കാര്യവും ഈ ഒരു മോഡേൺ കൾച്ചറിൽ യാതൊരുവിധ വാല്യൂവും ഹോൾഡ് ചെയ്യുന്നില്ല, എല്ലാ കാര്യങ്ങളും ഡെഡായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഡെത്ത് ഓഫ് ഗോഡ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് സ്വയമേ. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ റിലിജൻ എന്ന് പറയുന്നത് ഹാംഫുൾ ആണ് ഹ്യൂമാനിറ്റിക്കെന്നും, ട്രഡീഷണൽ വാല്യൂസ് ഇല്ലാത്തത് കൊണ്ടാണ് ഗോഡ് ഡെഡായെന്നും, അതായത് യാതൊരു വിധത്തിലുള്ള വാല്യൂസും റിലീജിയസ് വാല്യൂസും ഒന്നും ഇനിയിപ്പം നിലനിൽക്കുകയില്ല എന്ന് പറയുവാണ്. ബ്ലൈൻഡ് ബിലീഫിൽ നിന്ന് നമ്മളെ എല്ലാവരും ഫ്രീ ആകണം എന്നാണ് പറയുന്നത്. ഒരു സിംഗിൾ പെർസ്പെക്റ്റീവ് വെച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യരുത്, ജീവിക്കരുത്, നമുക്കൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് വേണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ അടുത്ത കാര്യങ്ങളെന്ന് പറയുന്നത് വീണ്ടും എന്താണ്, ട്രഡീഷണൽ വാല്യൂസിനെ എല്ലാം നമ്മൾ ബ്രേക്ക് ഫ്രീ ചെയ്യണം, പുതിയ വാല്യൂസ് നമ്മൾ ബിൽഡപ്പ് ചെയ്യണം. അങ്ങനെയുള്ളതിൻ്റെ ഇടയ്ക്കാണ് സൂപ്പർമാൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു എമർജൻസ് എന്ന് പറയുന്നത്. സൂപ്പർമാൻ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ഇൻഡിവിജ്വലാണ്. അദ്ദേഹത്തിൻ്റെ സെറ്റ് ഓഫ് വാല്യൂസ് ക്രിയേറ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ വേണം എല്ലാവരും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ നിഹിലിസം എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് ആദ്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഫസ്റ്റ് ഫിലോസഫറാണ് നീച്ചെ എന്ന് പറയുന്നത്. അദ്ദേഹം നിഹിലിസത്തിന് ഒരുപാട് കൈൻഡ് ഓഫ് ഇന്റർപ്രിട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം നിഹിലിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല കേട്ടോ. അദ്ദേഹം ഈ നിഹിലിസം എന്നുള്ളൊരു കോൺസെപ്റ്റിന് ഒരുപാട് തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് കൊടുത്തൊരു മനുഷ്യനാണ്. പിന്നെ ഇനി നമുക്ക് വാളസ് സ്റ്റീവൻസിന്റെ ഈ ഒരു പോയത്തിലൂടെ കിടക്കാം. വാളസ് സ്റ്റീവൻസ് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ പോയറ്റാണ്. അദ്ദേഹം ഈ റിയാലിറ്റി, പിന്നെന്താണ് ഹ്യൂമൻ ബീങ്സ് എങ്ങനെയാണ് റിയാലിറ്റിയെ പെർസീവ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കോൺസെപ്റ്റുകളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഹാർമോണിയം എന്നാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇമാജിനേഷൻ, റിയാലിറ്റി തീമാണ് കൂടുതലും ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പോയംസിനകത്ത്. ദ മാൻ വിത്ത് എ ബ്ലൂ ഗിറ്റാർ എന്നുള്ളൊരു ഫേമസ് ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പോയട്രിക്ക് പുളിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്കിന്ന് പഠിക്കാനുള്ള പോയം എന്ന് പറയുന്നത് സാഡ് സ്ട്രെയിൻസ് ഓഫ് എ ഗേ വാൾസ് എന്നാണ്. ഇവിടെ ഒരു വാൾസ് എന്നുള്ളൊരു വേർഡ് കിടപ്പുണ്ട്, WALTZ.
വാൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഡാൻസ് ആണ്, ഒരു കപ്പിൾ ഡാൻസ് ആണ്. അതായത് ആണും പെണ്ണും കൂടി നിന്നിട്ട് പെയറായിട്ട് നിന്നിട്ട് ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചിട്ട് റൗണ്ടിൽ കറങ്ങി നിന്ന് കളിക്കുന്ന ഒരു ഡാൻസ് ആണ് വാൾസ് എന്ന് പറയുന്നത്. ഈ ഒരു പോയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോയത്തിന്റെ മീറ്റർ അല്ലെങ്കിൽ റൈം എന്ന് പറയുന്നതിന് വാൾസ് ടൈം അല്ലെങ്കിൽ മാർച്ച് ടൈം എന്നാണ് പറയുന്നത്. അതായത് ആ ഡാൻസ് 3 ബീറ്റാണുള്ളത്. ആ 3 ബീറ്റാണ്, അതായത് ഓരോ സ്റ്റാൻസയ്ക്കകത്ത് 3 വരികളാണുള്ളത്. അപ്പം 10 സ്റ്റാൻസയ്ക്കകത്ത് 10 സ്റ്റാൻസ പോയമാണ്. ആ 10 സ്റ്റാൻസയിൽ 3 വരികളാണുള്ളത്. അതുകൊണ്ട് ഇതിന് വാൾസ് ടൈം അല്ലെങ്കിൽ മാർച്ച് ടൈം എന്നാണ് പറയുന്നത്. അതായത് ആ ഡാൻസ് കളിക്കുമ്പോൾ, വാൾസ് എന്നുള്ള ഡാൻസ് കളിക്കുമ്പോൾ അതിന് 3 ബീറ്റാണ് അതിന്റെ മ്യൂസിക്കിന് വരുന്നത്. ആ 3 ബീറ്റ് തന്നെയാണ് ഈ പോയത്തിനകത്ത് നമ്മുടെ പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ മീറ്ററിനെ വാൾസ് ടൈം, അതായത് WALTZ, വാൾസ് ടൈം അല്ലെങ്കിൽ മാർച്ച് ടൈം എന്ന് വിളിക്കുന്നത്. പോയം തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രൂത്ത് പറയുവാണ് നമ്മുടെ പോയറ്റ്. അതായത് ഒരു സമയം വരും, ദെയർ കംസ് എ ടൈം എന്നും പറഞ്ഞിട്ടാണ് പോയം സ്റ്റാർട്ട് ചെയ്തത്. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹം ട്രൂത്തിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നത്. സത്യം എന്താണെന്ന് അദ്ദേഹം അന്വേഷിക്കുകയാണ് നമ്മുടെ പോയറ്റ്. അതായത് ടൈം വന്നു, അദ്ദേഹം പറയുവാണ് ഇപ്പോഴത്തെ ഈ ഒരു മോഡേൺ കൾച്ചറിൽ അല്ലെങ്കിൽ മോഡേൺ വേൾഡിൽ ഈ വാൾസ് പോലെയുള്ള മ്യൂസിക്കിനോ അല്ലെങ്കിൽ ഡാൻസിനോ ഒന്നും യാതൊരു വിധത്തിലുള്ള വാല്യൂസ് ഇല്ല. അതായത് ഹ്യൂമൻ ബീയിങ്സിന്റെ ലൈഫിലുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക്കൽ ക്വാളിറ്റി എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ യൂണിവേഴ്സിൽ നിന്ന് തന്നെ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക്കൽ ക്വാളിറ്റി എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക്കോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് എനർജിയോ നമ്മുടെ ലോകത്ത് ഇല്ല ഇപ്പം എന്ന് പറയുവാണ്. മ്യൂസിക് ഉണ്ടെങ്കിലും ആ മ്യൂസിക്കിനൊന്നും സൗണ്ട് ഇല്ലെന്നാണ് പറയുന്നത്. ഒരു മോഷൻലെസ് ആയിട്ടുള്ള സൗണ്ടോട് കൂടിയാണ് മ്യൂസിക് ഉണ്ടെങ്കിൽ പോലും അത് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മ്യൂസിക്കിന്റെ ആ ഒരു പഴയ കാലഘട്ടം ഇനി ഒരിക്കലും എന്താണ് അദ്ദേഹം പറയുവാണ്, ഇനി ചിലപ്പോൾ വരാം, വേണമെന്നുണ്ടെങ്കിൽ വരാം. പക്ഷേ സൂപ്പർ ഹീറോ പോലെ, അതായത് നമ്മുടെ നീച്ചയുടെ സൂപ്പർമാൻ പോലെയുള്ള ആളുകൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമ്മുടെ ലോകത്ത് നിന്ന് യൂണിവേഴ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പഴയ മ്യൂസിക്കൽ ക്വാളിറ്റി നമുക്ക് തിരിച്ചു കിട്ടും. അതായത് വേറൊന്നുമല്ല പറയുന്നത്, നമ്മുടെ നീച്ചയുടെ അതേ നിഹിലിസം അല്ലെങ്കിൽ ഗോഡ് ഇസ് ഡെഡ് ആ ഒരു കൈൻഡ് ഓഫ് കോൺസെപ്റ്റ് തന്നെയാണ് ഈ പോയത്തിനകത്ത് പറഞ്ഞു പോകുന്നത്. ഹ്യൂമൻ ബീങ്സ് എല്ലാവരും എന്ത് ചെയ്യാണ്, ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ബ്ലൈൻഡ് ആയിട്ട് അത് ഫോളോ ചെയ്ത് പോവുകയാണ്. സ്വന്തമായിട്ടൊരു ഫ്രീ വിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം ആർക്കും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്രിയേറ്റീവ് എനർജി നമ്മുടെ ലോകത്തുനിന്ന് അങ്ങ് നഷ്ടമായി പോയി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു റെയർ ആയിട്ടുള്ള ഒരു സ്കില്ലും അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഇപ്പോൾ ഒരു ഹ്യൂമൻ ബീങ്സിനും ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ അതൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. എല്ലാവരും എന്തിൻ്റെയൊക്കെയോ അടിമയായി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് നമ്മുടെ ഇടയിലൊന്നും ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി ഇല്ല. മ്യൂസിക് ഉണ്ടെങ്കിലും അതിനൊന്നും സൗണ്ട് ഇല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ എന്നാൽ പോലും മ്യൂസിക്കിനെ നമുക്ക് ആ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് എനർജി നമുക്ക് എല്ലാ രീതിയിലും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഒരു വാൾസ്, ഇനി അടുത്ത സ്റ്റാൻസയ്ക്കകത്തും അദ്ദേഹം ഇത് തന്നെയാണ് പറയുന്നത്. ഈ വാൾസ് എന്നുള്ള ഈ ഒരു ഡാൻസ് അല്ലെങ്കിൽ ഈ ഒരു മ്യൂസിക് എന്ന് പറയുന്നതിന് പണ്ടത്തെ കണക്കുള്ള ഡിസയർ ഒന്നും ഇല്ല. പണ്ട് ആളുകൾ ഇങ്ങനെ ഇതിന് ഡാൻസ് കളിക്കുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു. പക്ഷെ ആ ഒരു കൈൻഡ് ഓഫ് ഈ ഒരു മ്യൂസിക്കൽ ഈ ഒരു ഡാൻസിന് പഴയ പോലത്തുള്ള പ്രതാപമൊന്നുമില്ല. അതൊരു കൈൻഡ് ഓഫ് എന്തായിട്ട് മാറിയിരിക്കും, ഒരു ഡൾ തിങ് ആയിട്ട് മാറിയിരിക്കുകയാണ് പറഞ്ഞേക്കുന്നത്. പിന്നീട് അദ്ദേഹം പോയതിനകത്ത് എംറ്റി ഓഫ് ഷാഡോസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഫുൾ ഷാഡോസ് മാത്രമാണ് ഉള്ളത്, അതും എംറ്റി ആണ്. അതായത് റിയൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് ഒന്നും ഇല്ല. ഇനി വേണം റിയൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് അവരുടെ പഴയ ഷേപ്പൊക്കെ തിരിച്ചു കിട്ടി ഷാഡോസ് ഒക്കെ മാറി, അതായത് ഷാഡോയ് ഫിഗേഴ്സ് ഒക്കെ മാറി റിയൽ ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് മാറേണ്ടത് ഇനിയാണ്. ഇപ്പോൾ ഉള്ളവരെല്ലാം വെറും ഷാഡോസ് മാത്രമാണ്, അവരെല്ലാം ഹോളോസ് ആണ്. അതായത് അവരുടെ ഉള്ളിലൊന്നുമില്ല, എംറ്റി ആണെന്നാണ് പറയുന്നത്. ആൻഡ് വീണ്ടും അടുത്ത സ്റ്റാൻസയ്ക്കകത്ത് ഇദ്ദേഹം ഒരു ഹൂൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. HOON. ഹൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീച്ചയുടെ സൂപ്പർമാൻ കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ് ഹൂൺ. ഹൂൺ എന്ന് വെച്ചാൽ ഒരു സോളിറ്ററി ആയിട്ടുള്ളൊരു മനുഷ്യൻ, ഒരു സോളിറ്ററി ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു സോളിറ്ററി ബീങ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സോളിറ്റ്യൂഡിൽ എന്തോ ഒരു ടൈപ്പ് ഓഫ് ഓർഡർ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. സ്റ്റീവൻസ് പറയുവാണ് ബാക്കി എല്ലാ ഫോംസും വാനിഷ്ഡായി, മീനിങ്സ് ഒക്കെ എല്ലാം പോയി കഴിഞ്ഞു. പക്ഷേ ഈ ഹൂണെന്ന് പറഞ്ഞ ആൾ, അതായത് നമ്മുടെ നീച്ചയുടെ സൂപ്പർമാൻ കൺസെപ്റ്റാണ് ഹൂണെന്ന് പറയുന്നത്. ഈ ഹൂണെന്ന് പറഞ്ഞ ആൾ വന്നു, അയാൾ അദ്ദേഹത്തിന്റെ ഒരു സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ ഫ്രീ വില്ലിനനുസരിച്ച് ജീവിക്കുന്നു. അദ്ദേഹം പഴയ ഓർഡർ, പഴയ ആ ഒരു മീനിങ്സ് അല്ലെങ്കിൽ ആ ഒരു മീനിങ് ഫുൾ ലൈഫ് തിരിച്ചു പിടിക്കാൻ നോക്കുകയാണെന്നാണ് പറഞ്ഞത്. പണ്ട് വാനിഷായി പോയ കാര്യങ്ങളെല്ലാം അദ്ദേഹം തിരിച്ചു പിടിക്കാൻ നോക്കുകയാണ് ഈ ഹൂണെന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഹൂണെന്ന് പറയുമ്പോൾ ക്രിയേറ്ററിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഒരു സോളിറ്ററി ആയിട്ടുള്ള ഒരു ലോൺലി ആയിട്ടുള്ളൊരു ക്രിയേറ്റർ. പിന്നെ ഇനി പറയുകയെന്ന് വെച്ചാൽ ഈ ലോകത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ നഷ്ടമായി പോയി. ഇനി അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് നമ്മൾ തന്നെ വിറ്റ്നസ് ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത്. പോയിട്ട് പിന്നീട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ ഇങ്ങനെ അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സഡൻ ആയിട്ട് അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഫേസസ് ഉണ്ട്, അവർക്ക് ആംസ് ഉണ്ട്, അവരെല്ലാം ക്ലൗഡ്സുമായിട്ട് കമ്പയർ ചെയ്ത് പോയിരിക്കുകയാണ്. എന്തോ ഒരു കൈൻഡ് ഓഫ്
എന്താ പറയുക, ഒരു സപ്രഷൻ്റെ റിസൾട്ടോട് കൂടിയാണ് ഈ ആളുകൾ പെട്ടെന്ന് പൊങ്ങി വന്നത്. അതായത് നേരത്തെ കുറേ, അതായത് നമ്മുടെ ആളുകൾ തന്നെ പണ്ട് റിലിജിയൻ്റെ കറപ്റ്റഡ് ഇൻഫ്ലുവൻസിലായിരുന്നു എന്നാണ് പറയുന്നത് നമ്മുടെ പോയിന്റ്. ഇപ്പോൾ അവരെല്ലാം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ റിലിജിയൻ്റെ കറപ്റ്റഡ് ഇൻഫ്ലുവൻസ് മാറിയപ്പോൾ ഓരോരുത്തരും ആ ഒരു ബ്ലൈൻഡ് ബിലീഫിൽ നിന്ന് ഫ്രീ ആയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ്, എല്ലാവരും ഇപ്പോൾ വേറൊരു പുതിയൊരു പാതയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ദേ ആർ ഫ്രീഡ് ഫ്രം ദ ബ്ലൈൻഡ് ബിലീഫ്. അതായത് ഗോഡ് എന്നുള്ളൊരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളത് ഇപ്പോൾ ആളുകൾ പതുക്കെ മനസ്സിലാക്കി വരുന്നു. സയൻസും റീസണും ആളുകൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് വരുന്നു. പഴയ ആ ഒരു ഓർഡർലെസ് എന്നുള്ളൊരു ഫോമിൽ നിന്ന് ഇപ്പോൾ ഓർഡറിലോട്ട് പതുക്കെ ആളുകൾ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സപ്രഷനിൽ നിന്ന് ആളുകൾ ഫ്രീ ആയി സഡൻ ഗ്രൂപ്പ് ഓഫ് ആളുകൾ കുറേ പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് പുതിയ കൈൻഡ് ഓഫ് ആളുകൾ വരുവാണ് പുതിയ വാല്യൂസുമായിട്ട്. ഈ ഒരു സപ്രഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഗോഡ് എന്നുള്ള ബ്ലൈൻഡ് ബിലീഫിൽ നിന്നാണ് ആളുകൾക്ക് ഈ ഒരു സപ്രഷൻ വന്നതെന്നാണ് പറഞ്ഞത്. ആളുകൾ ഇങ്ങനെ സപ്രസ്ഡായി കിടന്നെയാണ്. ഇപ്പോൾ ആ സപ്രഷൻ പതുക്കെ മൂവ് ചെയ്ത് മാറി വന്നപ്പോൾ എന്താണ്, ഇപ്പോൾ ലിമിറ്റ്ലെസ് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ഫ്രീഡം വരുവാണ് ആളുകൾക്ക്. അപ്പോൾ ആളുകൾ ഇങ്ങനെ പുതിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അതായത് പുതിയ വാല്യൂസൊക്കെ ഫോളോ ചെയ്യുന്ന ഫ്രീ വില്ലുള്ള ഹ്യൂമൻ ബീങ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ വിൽ ടു ട്രൂത്ത്, അത് നീച്ചയുടെ ടേം തന്നെയാണ്. ഈ ഒരു ട്രൂത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോയറ്റും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മളൊരു പുതിയ ട്രൂത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ ഈ ഒരു ക്രൈയിങ് വോയിസസ് ഉണ്ടല്ലോ, അതെല്ലാം ഹാപ്പിനെസ് ആയിട്ടുള്ള വോയിസസ് ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഒരു ഹാർമോണിയസ് ആയിട്ടുള്ളൊരു വേൾഡിനെ, നമുക്കൊരു മ്യൂസിക്കൽ വേൾഡിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വൺസ് അഗെയിൻ പിന്നെന്താണ്, ഒരു നല്ല രീതിയിൽ ബ്രൈറ്റൻ ആയിട്ടുള്ളൊരു വേൾഡിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ റിലിജിയൻ്റെ കറപ്റ്റ് ഇൻഫ്ലുവൻസ് ഒക്കെ മാറിക്കഴിയുമ്പോൾ, ആ ഒരു ബ്ലൈൻഡഡ് ബിലീഫൊക്കെ മാറിക്കഴിയുമ്പോൾ മ്യൂസിക് പഴയ പോലെ ഫുൾ മോഷനിലാവും. പിന്നെന്താണ്, നമുക്ക് പഴയ പോലത്തുള്ള കാലം നമുക്ക് തിരിച്ചു കിട്ടും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നീട് ഇതുപോലെ ഇദ്ദേഹം ഒരു അപ്പോക്കാലിപ്റ്റിക്, ഒരു അടുത്ത ലാസ്റ്റ് സ്റ്റാൻസൊക്കെ വരുമ്പോൾ ഒരു അപ്പോക്കാലിപ്റ്റിക് വേൾഡാണ് ഇപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സണ്ണില്ല, സീ ഇല്ലാത്ത ഒരു അപ്പോക്കാലിപ്റ്റിക്, അതായത് ഒരു നശിക്കാൻ പോകുന്ന ഒരു കാലമാണ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഇദ്ദേഹം പറയുന്നത് സപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളെല്ലാം ഇപ്പോൾ പതുക്കെ പൊങ്ങി വരുന്നുണ്ട്. ആളുകളെല്ലാം വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മ്യൂസിക്കൽ ക്വാളിറ്റി, അതായത് ഒരുപാട് നമ്മുടെ ഇടയിലുള്ള ഹാപ്പിനെസ് ഒക്കെ നശിച്ചു പോയി, പക്ഷേ വീണ്ടും നമുക്കൊരു ചാൻസ് ഉണ്ട് എന്ന് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള മ്യൂസിക് വീണ്ടും തിരിച്ചു വരണം, എന്നാൽ മാത്രമേ ഈ ഫിഗേഴ്സ് ഓഫ് മെന്നിനെ, അതായത് ഈ ആളുകളെ ഫുള്ള് നമുക്ക് ഒന്നിപ്പിക്കാൻ പറ്റൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ ഇത് ഫുള്ള് ഷാഡോസ് ആയി മാറും എന്നാണ് പറയുന്നത്. ഇപ്പം നിഹിലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിലീഫാണ്. എക്സിസ്റ്റിംഗ് വാല്യൂസ് എല്ലാം ബേസ്ലെസ് ആണ്. ഒരു കാര്യവും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ പറ്റാത്തൊരിതാണ് നിഹിലിസം എന്ന് പറയുന്നത്. പിന്നെ വാൾസ് എന്ന് പറയുന്ന ഒരു ഫോർമൽ ഡാൻസ് ആണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ വാൾസ് എന്ന് പറയുന്ന ഇമേജ് യൂസ് ചെയ്തേക്കുന്ന ഒരു മെറ്റഫർ പോലാണ്. അതായത് ലൈഫിലെ മ്യൂസിക്കൽ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സിനെയാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ നമ്മുടെ പോയത്തിനകത്ത് ഫുള്ള് നീച്ചയുടെ നിഹിലിസം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സൂപ്പർമാൻ ആ ഒരു കോൺസെപ്റ്റാണ് ഇതിനകത്ത് ഫുള്ള് റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നത്. ഗോഡ് ഇസ് ഡെഡ് എന്നുള്ളത് എപ്പോഴാണ് നീച്ചെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എൻലൈറ്റൻമെൻറ്റ് വന്നപ്പോൾ, അതായത് ആളുകൾ കൂടുതൽ സയൻസിനും റീസണിനും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ റിലീജിയസ് ബിലീഫ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, തകരാൻ തുടങ്ങി. അങ്ങനെയാണ് ഗോഡ് ഇസ് ഡെഡ് എന്നുള്ളൊരു ഡിക്ലറേഷൻ നമ്മുടെ നീച്ചെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കായിട്ടുള്ള ദസ് സ്പേക്ക് സരതൂസ്ട്ര എന്നുള്ള ബുക്കിനകത്ത് പറഞ്ഞത്. ഓക്കെ, ദെൻ ഈ ഒരു പോയത്തിനകത്ത് വാലസ് സ്റ്റീവൻസ് ഒരു അപ്പോക്കാലിപ്റ്റിക് വിഷൻ പോലെയാണ് പറഞ്ഞു പോകുന്നത്. അതായത് വേൾഡ് എന്ന് പറയുന്നത് ഒരു ഓർഡറും ഇല്ല, ഒരു കൺഫ്യൂസ്ഡ് മാസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു എലിജിയാക് നോട്ടിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് ലോകത്തുള്ള മ്യൂസിക്കും ക്രിയേറ്റീവ് എനർജിയും ഹാപ്പിനെസ്സും ഫ്രീ വില്ലും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എലിജി പോലെയാണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മോഡേൺ മാൻ പേടിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പോയത്തിനകത്ത് പറയുന്നുണ്ട്. ലോൺലിനെസ്, മാഡ്നെസ്, ഡൈയിങ്. ആൻഡ് ഇൻഡിവിജ്വൽസിനെല്ലാം അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് മ്യൂസിക്കൽ ക്വാളിറ്റി നഷ്ടപ്പെട്ടത് യൂണിവേഴ്സിന് ഫുള്ളായിട്ടെന്നാണ് ഇദ്ദേഹം നമ്മുടെ പോയറ്റ് പറയുന്നത്. ഈ ഒരു പോയത്തിന് നറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പോയറ്റ് ഹിംസെൽഫ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഓരോ സ്റ്റാൻസയും 3 ലൈനാണ്. അങ്ങനെ 10 സ്റ്റാൻസയുണ്ട്. ഇതിൻ്റെ റിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൈം എന്ന് പറയുന്നത് വാൾസ് ടൈം അല്ലെങ്കിൽ മാർച്ച് ടൈം എന്നാണ്. പിന്നെ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വാൾസ് ഇസ് നോ ലോങ്ങർ എ മോഡ് ഓഫ് ഡിസയർ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഡാൻസ് അല്ലെങ്കിൽ ഈ ഒരു മ്യൂസിക് ഉണ്ടല്ലോ വാൾസ് എന്ന് പറയുന്നത്, അതിപ്പോഴത്തെ ആളുകൾക്കൊരു മോഡ് ഓഫ് ഡിസയർ അല്ല.
അതാരും ഇപ്പോൾ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലോകം എന്ന് പറയുന്ന അല്ലെങ്കിൽ പീപ്പിൾ എന്ന് പറയുന്നത് അവർക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല, അവർ ഫുൾ കൺഫ്യൂസ്ഡ് ആണ്, അവർക്ക് എങ്ങോട്ട് ചെയ്യണം എന്ത് ചെയ്യണം എന്നറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ വാല്യൂസിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ വൈറ്റൽ കമ്പോണൻസും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മ്യൂസിക്കിനെങ്കിലും യാതൊരു വിധത്തിലുള്ള അർത്ഥമില്ലാതായി മാറിയിരിക്കുന്നു. ഒരു മോഷൻലെസ് സൗണ്ടായിട്ട് മാത്രമായിട്ട് മാറുവാണ് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോൾസ് വഴി അല്ലെങ്കിൽ മ്യൂസിക് വഴി നമുക്ക് ആരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി പോലും ഹ്യൂമൻ ബീങ്സിന് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിനെയൊക്കെ ആസ്വദിക്കാനുള്ള കഴിവ് പോലും ഹ്യൂമൻ ബീങ്സിന് നഷ്ടപ്പെട്ടു. ഇതാണ് ഇതിന് ഇങ്ങനെ പോയിന്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ഒരു സോളിറ്ററി ആയിട്ടുള്ളൊരു ക്രിയേറ്ററിൻ്റെ ഇമേജ് പറയുന്നുണ്ട്. അത് നമ്മുടെ നീച്ചയുടെ സൂപ്പർമാനാണ്. ആരും പറയുന്നതനുസരിച്ച് അദ്ദേഹം ജീവിക്കത്തില്ല, അദ്ദേഹത്തിൻ്റെ ഫ്രീ വില്ലിനനുസരിച്ച് ജീവിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് ഈ ഒരു ഭൂമിയിൽ വേണ്ടുന്നത്. അങ്ങനെ ഉള്ള ആളുകൾ വന്നാൽ മാത്രമേ നമുക്ക് പഴയ പോലെ ആ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റിയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് ആ ഒരു ക്രിയേറ്റീവ് എനർജിയും ഹാപ്പിനെസ്സും ഒക്കെ ലൈഫിൽ കിട്ടത്തുള്ളൂ എന്നാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മുടെ പോയറ്റ് പറയുന്നത്. ഓക്കെ, ദെൻ സൂപ്പർമാൻ്റെ കോൺസെപ്റ്റ് ചോദിക്കും. നീച്ചയുടെ സൂപ്പർമാൻ്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ട്രഡീഷണൽ വാല്യൂസിലൊന്നും ബിലീവ് ചെയ്യാത്ത ഒരു പുതിയ മനുഷ്യൻ, പുതിയ വാല്യൂസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അതാണ് സൂപ്പർമാൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരുടെ വാല്യൂസിലോട്ടൊന്നും ഫോളോ ചെയ്യത്തില്ല. ഹി വിൽ കൺസ്ട്രക്ട് ഹിസ് ഓൺ വാല്യൂസ്. അതാണ് സൂപ്പർമാൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്. ഇതിനകത്ത് നീച്ചയുടെ നിഹിലിസവും ഡെത്ത് ഓഫ് ഗോഡും ഒക്കെ നമ്മുടെ പോയത്തിനകത്തും വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു തന്നു. അപ്പോൾ വോൾസ് എന്ന് പറയുന്നത് അതിനൊരു മെറ്റഫറാണ്. പിന്നെന്താണ്, നീച്ച ഇതുപോലെ ഹാപ്പിനെസ്സിനും ഈ ഗുഡ്നെസ്സിനും ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയല്ല. അദ്ദേഹം ഈ പവർ, വെൽത്ത്, സ്ട്രെങ്ത് ആൻഡ് ഹെൽത്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതൊക്കെയാണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിനെ ഹ്യൂമൻ ബീങ്സ് ആക്കി മാറ്റുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഗോഡ് ഇസ് ഡെഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുക. ഒരു അപ്പോക്കാലിപ്റ്റിക് വിഷനാണ് ഈ ഒരു പോയത്തിനകത്ത് പറഞ്ഞു പോകുന്നത്. അതായത് യാതൊരു വിധത്തിലും ഓർഡറും ഇല്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ആളുകളെല്ലാവരും ആ റിലീജിയൻ്റെ ബ്ലൈൻഡ് ബിലീഫിൽ നിന്ന് മാറി സൂപ്പർമാൻ ആയാൽ മാത്രമേ നമുക്കൊരു വിൽ ടു പവർ കാണുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോയത്തിനകത്ത് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.